താറ്റോടത്തല്ലായിരിക്കും. പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. കറി. ഹലോ, നമസ്കാരേ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചീര വാളീനെ. അപ്പോൾ അത് വെയിൽ കൊള്ളതുകൊണ്ട് ശരിക്ക് ഉഷാറായിട്ടുമില്ല. അപ്പോൾ അത് ഏകദേശം പൂക്കാൻ തുടങ്ങി. പൂക്കാൻ തുടങ്ങി. അതപ്പോ ഇനി അരിഞ്ഞിട്ട് എന്തെങ്കിലും തോരനാറ്റം വെച്ചിട്ടെങ്കിൽ നമ്മൾ വറവാറ്റാക്കിട്ടെങ്കിൽ പിന്നെ ഒന്നും കൊള്ളൂല അല്ലേ. അപ്പൊ ഞാനും അച്ഛനും കൂടിയിട്ട് അത് അരിയാൻ വേണ്ടി പോവുന്നേ. അപ്പോ നേരെ എന്നാല് നമ്മളെ ചീര കുറച്ചേ ഇല്ലേ, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. നേരെ പോയിട്ട് അരിയേ. ഒരു വറവനുണ്ടാവും അച്ഛാ. എന്നാ പിന്നെ ഉദ്ഘാടനം ചെയ്തു അച്ഛാ. മുറിച്ചാ മതി, മുറിച്ചെടുത്തോ. അപ്പോ നമ്മുടെ ചീരയുടെ ഔപചാരികമായ മുറിക്കൽ കർമ്മം അച്ഛൻ നിർവഹിക്കുന്നുണ്ട്. നല്ല വെയിൽ കൊള്ളുന്ന നല്ലോണം ഉണ്ടാവട്ടെ മനസ്സാ, നല്ല ഉഷാറാവട്ടെ. ഇത്രേ വേണ്ട, 2-3 വട്ടം കറി വെക്കാം അല്ലേ. ഒന്നും ഉഷാറായിട്ട് അതാണ്. എന്നാലും അമ്മക്കൽ നല്ല ഇഷ്ടമാണ് ചീര വറവ്, അച്ഛനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛാ. മൂത്തിനി അല്ലേ, മൂക്കാൻ തുടങ്ങി അല്ലേ. കുറച്ചും കൂടെ ആയി പിന്നെ ഒന്നും കൊള്ളൂല അല്ലേ. കുറച്ച് പിന്നെ ഇതിന്റെ വിത്ത് വാങ്ങിട്ട് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വാളണം അല്ലേ. ചെറുതായോണ്ട് വലിയ കുഴപ്പമില്ല, തണ്ട് ചെറുതല്ലേ. പൂത്ത് കഴിഞ്ഞ പിന്നെ മൂത്തു അല്ലേ. മതി, ഒരു വറവിനായി അല്ലേ. കയ്യാവുന്നില്ലേ, കയ്യാവുന്നില്ലേ. അപ്പൊ ലത ഈടിയായില്ലേ. അപ്പൊ രാവിലെ അമ്മേടെ കാര്യങ്ങൾ വൃത്തിയാക്കണം. ലതയും ഏർത്തിയും കൂടിയിട്ട് അമ്മേടെ കാര്യങ്ങളെല്ലാം ചെയ്യാണ്. എന്നിട്ട് വേണം ചായ കുടിക്കാൻ നമുക്ക്. അതുകൊണ്ടല്ല ലതേനെ കുറച്ച് വീഡിയോയിലും കാണാതെ കേട്ടോ. കൂടുതൽ ഒക്കെ പണിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ തറവാട്. അമ്മ ഈ റൂമിലായില്ലേ. അപ്പോൾ ഏർത്തിയും ലതയും കൂടിയിട്ട് ഈ റൂമിലെ അമ്മേരെ ക്ലീൻ ചെയ്യാന്നേ. രാവിലെ കുറച്ച് പണിയുണ്ട്. അപ്പൊ ഇന്ന് ചെറുങ്ങനൊന്നും അമ്മേനെ കാണിക്കോട്ടെ, അവര് ക്ലീനെല്ലാം ചെയ്യട്ടെ. കുറെ നാളെ അമ്മേനെ കാണിക്കാതെ, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് കൊണ്ടാണ് അമ്മേനെ കാണിക്കാതെ കേട്ടാ. കാണിക്കുമ്പോൾ നമുക്ക് ചെറിയ വിഷമം പോലെ. ഏർത്തി കൊടുത്തു, ഏർത്തി വീഡിയോയിൽ നിൽക്കാൻ പഠിച്ചിട്ട് അപ്പത്തേക്ക് പോയിട്ടായില്ലേ. അമ്മേ, നിങ്ങളെല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മേ. അപ്പൊ കൊറേ നാള് ഇതുകൊണ്ടാണ് വീഡിയോ എടുക്കായിരുന്നു കേട്ടാ നമുക്ക് അല്ലേ. അമ്മയെ കാണിക്കണ്ട, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മയെ കാണിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടാ. ഒന്നും വിചാരിക്കണ്ട. കുറച്ച് വേദന ഇപ്പൊ കുറവുണ്ട് അല്ലേ അമ്മേ. കുറച്ച് തുറസലുണ്ട്. അച്ഛൻ അരുവ തന്നെ വലുതുണ്ട് അല്ലേ. അപ്പൊ 20-ാം തീയതി ഇപ്പൊ ആദ്യം കാണിക്കാൻ പോണം അല്ലമ്മേ. താറ്റോടത്തല്ലായിരിക്കും. അപ്പൊ അമ്മ ഉഷറായിട്ട് നമ്മുടെ വീഡിയോയിൽ ആദ്യം ഉണ്ടാവും. സുഖമായിട്ട് വീഡിയോയിൽ ഉണ്ടാവും അല്ലമ്മേ. അപ്പൊ എല്ലാം പ്രാർത്ഥിക്കണം. ഓക്കെ, ഒരു താറ്റി കൂടെ കൊടുത്തേ. ഓക്കെ. കുറച്ച് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടാടാ. ചീര ചീര ആ പൂക്കാൻ തുടങ്ങി. മൂത്തിന് അമ്മക്കൊക്കെ കൊടുക്കാം അല്ലേ ആക്കിട്ട്. നീന്ന് കുറച്ച് നേരത്തെ പറഞ്ഞ നിനക്ക് ആക്കി കൂടിയെന്നാ. എന്താ നമ്മ ആക്കുകയും ചെയ്യും. നിന്നെ കാണാണ്ട് എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ചീര വറവാക്ക്. അമ്മക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രശ്നം. രാവിലെ പണിയുണ്ട്. അപ്പൊ ഏർത്തിക്കാൻ നടുവിനും ചെറിയ പ്രശ്നമുണ്ട് അല്ലെ, അലക്കാൻ കഴിയില്ല.
അപ്പൊ ഒന്ന് അലക്കുന്ന വേഗം. മൂത്തിന് ചീര നല്ലോണം മൂത്തി ഇത്രയും ഉണ്ടായിട്ടോ കൊണ്ടൊക്കെ കഴുകട്ടെ. ആട്ടാനും റബ്ബറിലാ ഷീറ്റ് എടുക്കാൻ. മോട്ടം ചെയ്യില്ല പോലെ ടാപ്പിങ് രാവിലെ കാണലില്ല. ഇന്നലെ മഴയെല്ലാം ഉണ്ടായിന്. ഇങ്ങോട്ട് നല്ല മഴ പെയ്തിനല്ലേ? മിനിയാന്നല്ലേ? മിനിയാന്ന് നല്ല മഴയാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കണ്ടന്നറെത്തുമ്പോൾ മഴ തുടങ്ങി. ഞാൻ ഓട്ടോ ഓടിച്ച് ഇങ്ങോട്ട് വന്നു. കൊട ഇവള് വേഗിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇനി മഴയുണ്ടാവും കേട്ടോ. ഞാൻ വേഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. പറയാനില്ല ഇപ്പളേ മഴ ഇടക്കിടക്ക് പോയിന്നല്ലേ? ഭയങ്കര ചൂടല്ലേ? എന്തുണങ്ങാൻ? അല്ല ഇടക്ക് പെയ്യണെന്നാ പറഞ്ഞു. സ്ഥിരം പെയ്യണമെന്നല്ല പറയുന്നു. ഇടക്ക് പെയ്താലേ അരി ഉണ്ടല്ലേ? അരി എടുത്ത് വെച്ചാലോ? ഇല്ല അല്ലേ? അല്ല ഇത് വിത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ചീര വിത്ത് ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാൻ. നല്ല വെയിലിന്റെ സ്ഥലമായിക്കണം അല്ലേ? അത് കാര്യമില്ല. മൂത്ത സാരമൊന്നുമില്ല. ചമച്ചൂടെ? ചമച്ചൻ നീര് കുടിച്ചാ മതി. കളയാൻ കഴിയാതെ ചീര ചെറുങ്ങനെ മുറിക്കണം പറയും. എന്നിട്ടോ ഞാൻ മുറിക്കുന്നോട്ട് സമയം ഇപ്പൊ പോവാനായി. ഈവനിങ് ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഏകദേശം ഒരു 10:45 അല്ലേ? 11 മണിയായി. 12 മണിയാകുമ്പോ പോണം ചോറും കഴിച്ചിട്ട്. നമ്മുടെ ചീര അരിഞ്ഞായിട്ടുണ്ടേ. പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. ഇപ്പൊ ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ. ഈ ചട്ടി ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ. അലുമിനിയം ചട്ടി. പക്ഷെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം വരുന്നൊക്കെ. അപ്പൊ നമ്മുടെ ചീര കലശം വെന്തുവേ. അപ്പൊ ഇതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ടേ. വെളുത്തുള്ളി ചതച്ചിന് തേങ്ങ കുറവാവുക. പാട് തേങ്ങ ശേഷം ബന്ധു അല്ലേ? കുറച്ച് പച്ച വെളിച്ചം കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ചീര വേണം. ചീരത്തോര റെഡി ആയിട്ടുണ്ട്. പാത്രം പായുന്നുണ്ട്. അച്ഛനോട് കൊടുക്കട്ടെ. അത്രേ ഇല്ലു അല്ലേ? അച്ഛൻ ഇന്നത്തെ പരിപാടി തുടങ്ങി. എന്നാ വെച്ചാ പരിപാടി? അച്ഛൻ റെസ്റ്റ് ഇല്ലാണ്ട് പണിയാണ്. അച്ഛനെ പണിയെടുപ്പിക്കല പറയും. അച്ഛനെ ആരും പണിയെടുപ്പിക്കുന്നല്ലേ? അച്ഛൻ പണിയെടുത്തിട്ട് അങ്ങനെ അച്ഛന് അസുഖങ്ങൾ. ഇടക്കിടക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് പണിയെടുക്കണം അച്ഛന്. അച്ഛാ ഇതാ ചീര. ഇതച്ഛാ ചീര
ആ അടാ കൊടുക്കാം അല്ലേ? ഞാൻ കൊടുക്കാം. ആ ശരി, ഞാൻ എന്നാ പോട്ടാ, ഡ്യൂട്ടിക്ക് പോണം. താറ്റ കൊടുത്ത അപ്പൊ ഡ്യൂട്ടിക്ക് പോവാൻ റെഡി ആയേ. അപ്പൊ കുറച്ച് ചോറ് കഴിക്കാം. അപ്പൊ ഇന്നത്തെ കറി നമ്മ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചീര ഫ്രൈ ചെയ്യുന്ന കറി. ചൂട് സമയത്ത് നല്ല വെള്ളരിക്ക പുളിശ്ശേരിയാണ് നല്ലത്. ചീര ചോറ് നല്ല ചൂടുണ്ട്. ചീര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടാ. നമ്മൾ വിചാരിച്ചു നമ്മൾ നല്ലോണം മൂത്ത് ഇതാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ മൂത്തിട്ടൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്. എന്നാ പിന്നെ ഞാൻ ഇത് കഴിക്കട്ടെ.